നാടുകടത്തലിന്? അവിടെ നന്നായിട്ട് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പോയതല്ലേ? എന്തിനാണ് ഈ നിരോധിക്കപ്പെട്ട സാധനം? അത് സൗദി അറേബ്യ അല്ല നിരോധിച്ചിരിക്കുന്നത്, ഈ ദീനുൽ ഇസ്ലാമിൽ അതില്ല. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബത്തിനറിയില്ല, താബീയങ്ങൾക്കറിയില്ല, താബീയങ്ങൾക്ക് അറിയില്ല, തോബീയങ്ങൾക്കില്ല, തോബീയങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൻസൂറെ എന്തിനാണ് വെറുതെ ഈ കളവ് പ്രചരിപ്പിക്കുന്നത്? പണിയെടുത്ത് ജീവിച്ചൂടെ? പ്രിയമുള്ള സഹോദരന്മാരെ, മഞ്ഞപ്പിത്തം ബാധിച്ച് മൂർച്ഛിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് മൻസൂറിന്റെ അവസ്ഥ. സുന്നി വിരോധം തലക്ക് പിടിച്ചുകൊണ്ട് കാണുന്നതെല്ലാം ഇതൊക്കെ സുന്നികൾക്കെതിരെയുള്ള വിഷയങ്ങളാണ്, കണ്ടന്റുകളാണെന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ. അത്തരത്തിൽ മൻസൂർ ഒരു വാർത്ത കേട്ടു, മീഡിയ വണ്ണിൽ വന്ന ഒരു വാർത്ത. ആ വാർത്ത കേട്ട ഉടനെ, കാള പറ്റ ഉടനെ കയറെടുത്ത് ഓടി എന്ന് പറഞ്ഞതുപോലെ മൻസൂർ ഉടനെ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുടെ തുടക്കം ഇങ്ങനെയാണ്. സൗദിയിലെ ദമാമിൽ അനുമതിയില്ലാതെ പൊതുപരിപാടി സംഘടിപ്പിച്ചതിന് 5 മലയാളികളെ നാടുകടത്തി. 2 മാസം മുൻപ് പിടിയിലായ 5 പേരെയാണ് കഴിഞ്ഞ ദിവസം നാടുകടത്തലിന് വിധേയമാക്കിയത്. ഈ ഒരു വാർത്ത കേട്ടപ്പോഴേക്ക് മൻസൂർ അതിനെക്കുറിച്ച്, മൻസൂറിന്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഗൾഫിൽ നിന്നും സൗദിയിൽ നിന്നും വിവരമറിയിച്ചു, ഇത് മൗലിദ് നടത്തിയതിനാണ് എന്ന്. അത് കേട്ട ഉടനെ മൻസൂറിന് വല്ലാത്തൊരു ആഹ്ലാദമായി. കാരണം ഇത് മൗലിദ് നടത്തിയതിന് വേണ്ടിയിട്ടാണ് സൗദി ഗവൺമെന്റ് അവരെ നാട് കടത്തിയത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ ഒരു വാർത്ത കിട്ടിയതുകൊണ്ട് സാധു മനുഷ്യൻ ആ വാർത്ത വെച്ചിട്ട് ഈ കള്ളപ്രചരണം നടത്തുകയാണ് ഇനി കേൾക്കുന്നത്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, മീഡിയ വണ്ണിന്റെ ഈ വാർത്ത കേട്ടപ്പോ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് ഇതര മത ആദർശത്തിലുള്ള വിശ്വാസത്തിലുള്ള ആളുകൾ എന്തോ ഒരു പൂജാകർമ്മമോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എന്തോ നടത്തിയപ്പോ അത് പിടിക്കുകയും നാട് കടത്തുകയും ചെയ്തു എന്നാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കില്ല മൻസൂറെ. ആ വാർത്തയിൽ ഇപ്പൊ പറഞ്ഞത് എന്താണ്? പൊതുപരിപാടി നടത്തി, അനുമതിയില്ലാതെ പൊതുപരിപാടി നടത്തിയതിന്റെ പേരിൽ പിടിക്കപ്പെട്ടു എന്നാണ്. ഇത് കേൾക്കുമ്പോഴേക്ക് എന്തിനാണ് അന്യമതസ്ഥർ പൂജ ചെയ്തു എന്നുള്ളത് തെറ്റിദ്ധരിക്കേണ്ട കാര്യം എന്താണ്? കാരണം അവിടെ ഇപ്പൊ പറഞ്ഞത് എന്താണ്? പൊതുവായിട്ടുള്ള പരിപാടി അനുമതിയില്ലാതെ നടത്തിയതിന്റെ പേരിൽ എന്നാണ്. അതാ രാജ്യത്തിന്റെ നിയമമാണ്, അനുമതിയില്ലാതെ പൊതുപരിപാടികൾ നടത്താൻ പാടില്ല എന്നുള്ളത്. അത് ഏത് പരിപാടി നടത്തിയാലും എങ്ങനെയാണ്? അതിന് മുജാഹിദിന്റെ സമ്മേളനം നടത്തിയാലും അതല്ലെങ്കിൽ മൻസൂറിന്റെ ഈ വിടുവായിത്തം പൊതുവായിട്ട് നടത്തിയാലും അതൊക്കെയും അവിടെ പിടിക്കപ്പെടും, നാട് കടത്തപ്പെടും, അതിൻ്റെതായ ശിക്ഷകൾ നേരിടേണ്ടി വരും. അത് അവിടുത്തെ നിയമമാണ്. ഇത് പറയുമ്പോഴേക്കും നമ്മൾ എന്തിനാണ് അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? അത് മൻസൂറിനെ പോലെയുള്ള ആളുകൾ തെറ്റിദ്ധരിക്കും. എന്തിനു വേണ്ടിയിട്ട്? അത് മറ്റൊരു വിഷയം പറയാൻ വേണ്ടിയിട്ട്. അതൊന്ന് കേൾക്കാം. ഇത് ആരാണ്, ഏത് മതമാണ് എന്നുള്ളതൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതിന്റെ കാര്യമില്ലല്ലോ. കാരണം പൊതുപരിപാടി നടത്തിയതിന്റെ പേരിൽ, പൊതുവായിട്ട് എന്ത് പരിപാടി നടത്തിയാലും അതവിടെ അനുമതി ഇല്ലെങ്കിൽ പിടിക്കപ്പെടും. അതിന് ഇനിയിപ്പം അവിടെ നടത്തിയ മതം പറയലോ അല്ലെങ്കിൽ അതിന്റെ പരിപാടി പറയലോ അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അങ്ങനെ അപ്രസക്തമായ കാര്യങ്ങളെ അത് വലിയ സംഭവമാക്കി കൊണ്ടുവരലാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ വിഷയം 2 മാസം മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞിരുന്നു. ഓ, അത് വലിയ തള്ളായി പോയി മൻസൂർ. ഇതെന്താ മൻസൂറിന്റെ കറാമത്താണോ? അവിടെ പരിപാടി നടക്കുന്നതിന്റെ 2 മാസം മുമ്പ് എങ്ങനെ മൻസൂറെ ആ പരിപാടിയെ കുറിച്ച് നിങ്ങൾ അറിയുന്നത്? എനിക്ക് സൗദിയിലുള്ള സുഹൃത്തുക്കള് മെസ്സേജ് ചെയ്തിരുന്നു, ഇങ്ങനെ ഒരു സംഭവം അവിടെ അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ളത്. അത് മറ്റൊന്നുമല്ല, നബിദിനം സംബന്ധമായിക്കൊണ്ട് മൗലൂദാഘോഷം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് ആളുകളെ പിടിച്ചിട്ടുള്ളത്. അതില് 5 ആളുകളെയാണ് പോലീസിന് കയ്യിൽ കിട്ടിയത്. ഇത് ചൊല്ലിക്കൊണ്ടിരുന്ന 4 ആളുകളും ഇതിന് സ്ഥലം അനുവദിച്ച ഒരാളും, അങ്ങനെ 5 ആളെയാണ് കിട്ടിയത്. അവര് മൗലൂദ് സദസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബദർ മൗലൂദും മങ്കൂസ് മൗലൂദും ചൊല്ലിയിരുന്നു, സെബീനി മലത്തി വെച്ചുകൊണ്ട്. ഇതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഇതിനി അവിടെ നിങ്ങൾ ഒരു പൊതുവായിട്ട് ഹദീസ് ക്ലാസ് നടത്തിയാലും നിങ്ങൾ പിടിക്കപ്പെടും. അവിടെ ഇനി ഹദീസിന്റെ ഗ്രന്ഥം മലർത്തി വെച്ചുകൊണ്ട് എന്നൊക്കെ പറയേണ്ടതിൽ യാതൊരു പ്രസക്തിയുമില്ല. കാരണം പൊതുവായിട്ട് എന്ത് പരിപാടി നടത്തിയാലും അനുമതി ഇല്ലെങ്കിൽ അവിടെ പിടിക്കപ്പെടും. അത് മൗലിദാണെങ്കിലും ശരി, വേറെ എന്ത് പരിപാടിയാണെങ്കിലും ശരി. ഈ മൗലൂദ് ചൊല്ലിയ ആളുകൾക്ക് ഭീമമായ തുകയായിരുന്നു ഫൈനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് സാമൂഹിക പ്രവർത്തകരും മറ്റുള്ള ആളുകളുടെയൊക്കെ ഇടപാടിന്റെ ഭാഗമായിക്കൊണ്ട് ആ തുകയില് കുറച്ച് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ 2 മാസം വൈകിയത് അത് ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ. ചാട്ടയാടിയുടെ ചൂരൽ കൊണ്ടുള്ള നല്ല കഷായം കിട്ടിയിട്ടുണ്ടാവണം. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ 2 മാസം തർഹീലിൽ ഇവരെ പാർപ്പിക്കുകയും ഈ തർഹീലിൽ നിന്ന്, ഡിപ്പോർട്ടേഷൻ സെല്ലിൽ നിന്ന്, സെൻട്രലിൽ നിന്ന് പിന്നീട് സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയിട്ടാണ് തല്ലു കൊടുക്കുക. അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവരെ നാട് കടത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും നല്ല അനുഭവം വെച്ച് പറയുന്നത് പോലെയുണ്ട് മൻസൂറിന്റെ ആ സംസാരമൊക്കെ. ഇതൊക്കെ നന്നായി ഒന്ന് അനുഭവിച്ച ആ ഒരു മട്ടിലാണ് ആശാൻ പറയുന്നത്. ആ വാർത്തയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി കേൾക്കാം. എന്നിട്ട് ഇതിൽ നമുക്ക് പറയുവാനുള്ള മെസ്സേജ്, അത് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ ആണ്.
അതൊന്നുകൂടി ഇവിടെ പറയുക എന്നുള്ളതാണ്. കേൾക്കാം. 2 മാസം മുമ്പ് മതപരമായ ചടങ്ങ് സംഘടിപ്പിച്ചതിന് 5 പേരെയാണ് സുരക്ഷാ വിഭാഗം ദമാമിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. ഇവരെ പിന്നീട് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. പരിപാടിക്ക് നേതൃത്വം നൽകിയ 4 പേരെയും വേദി അനുവദിച്ച ഒരാളെയുമാണ് സുരക്ഷാ അധികൃതർ അറസ്റ്റ് ചെയ്തത്. ഈ മതപരമായ ചടങ്ങ് സംഘടിപ്പിച്ച 5 പേരുടെ കേസ്, ദമാമിലുള്ള കേസിൽ എംബസി എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ പോലീസ് സ്റ്റേഷനിലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലും നിയാബ ജയിലിലും ഒക്കെ പോയിട്ടുണ്ട്. കുറേ ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ നിരോധിക്കപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആ കാര്യത്തിൽ ഇടപെടാനായിട്ട് കഴിഞ്ഞില്ല. ഒരു മിനിറ്റ്, ഇതില് നിയാബയിൽ പോയതുമായിട്ടുള്ളതൊക്കെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. നിരോധിക്കപ്പെട്ടൊരു സംഭവമാണെന്നാ പറയുന്നത്. അത് ഇസ്ലാമിൽ പണ്ടേ ഇല്ലാത്ത സംഭവമാണ്. ഇനി മൻസൂറിന്റെ തള്ളുകളാണ്. ഇത് ഞങ്ങൾ ഒരുപാട് കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതലേ ഇന്നും മദീനയിൽ നടക്കുന്ന കാര്യമാണ് മൗലിദ് എന്നുള്ളത്. അത് രഹസ്യമായിട്ടും അനുമതിയോടുകൂടെ പരസ്യമായിട്ടും നടക്കാറുണ്ട്. എന്നാൽ അനുമതിയില്ലാതെ നടന്നതിന്റെ പേരിലാണ് അദ്ദേഹം അവരെ പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് ഇങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് പിടിവള്ളിയാക്കിയിട്ട് ഇദ്ദേഹത്തിന്റെ ആശയങ്ങളിലേക്ക് വലിഞ്ഞു കയറുകയാണ് ഇനി മൻസൂർ. ഇതിനിടക്ക് AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്അരി പറഞ്ഞത് മദീനത്തൊക്കെ ഇഷ്ടം പോലെ മൗലൂദ് നടക്കുന്നുണ്ടെന്നാ. ഇത് കേട്ടിട്ട് ഈ സാധുക്കൾ പോയിട്ട് വാതിലടച്ചിരുന്നിട്ട് മൗലൂദ് എല്ലിക്കുകയാണ്. മദീനത്തു ഷെരീഫിൽ അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് നടത്തുന്ന മൗലിദുകൾ ദിവസവും നടക്കാറുണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മൻസൂർ, നിന്റെ ആ തള്ളൊക്കെ അന്ന് നിർത്തിക്കാളെ. എല്ലാം എനിക്കറിയാം എന്ന മട്ടിലാണ് ഈ തള്ളുന്നതെങ്കിൽ അതൊക്കെ നിർത്തിക്കാളെ മൻസൂറെ. ഇപ്പോൾ കാലം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തീരെ സൗദിയിലേക്ക് പോകാത്ത ഇവിടെയുള്ള ജനങ്ങൾക്ക് അതൊക്കെ കാണാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇവിടെയുണ്ട്. അതുകൊണ്ട് മൻസൂറെ, നിന്റെ ആ തള്ളൊക്കെ കേട്ടിട്ട് ലോകത്തെവിടെയും മൗലിദ് നടക്കുന്നില്ല എന്ന പ്രചാരണമൊക്കെ ഒരല്പകാലം മുമ്പൊക്കെ അത് ചട്ടിയിൽ വേവുമായിരുന്നു. ഇപ്പോൾ അതൊന്നും വിലപ്പോവുകയില്ല എന്ന കാര്യം മൻസൂർ പ്രത്യേകം മനസ്സിലാക്കണം. അങ്ങനെ മതകാര്യ പോലീസ് മുത്തവ്വമാരും അവരോടൊപ്പമുള്ള പോലീസും കൂടി കയറി ചെന്നിട്ട് ഇവരെ പിടിച്ചിട്ട് അങ്ങനെ ഒരു കാര്യം ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. സൗദി അറേബ്യയിൽ പോകുന്ന ആളുകൾക്കൊക്കെ അറിയാം. പരസ്യമായിട്ട് ഇത് ചെല്ലാറില്ല. പിന്നെ അവർ രഹസ്യമായിട്ടാണ് ചെല്ലാറുള്ളത്. ഇങ്ങനെ ആ ഭരണകൂടം അവിടെ ഹറാമാക്കിയ നിരോധിച്ച ഒരു കാര്യം വാതിലടച്ചിരുന്നിട്ട് നിങ്ങൾ ചെല്ലിയിട്ട് ഈ അടി വാങ്ങുന്നത് എന്തിനാണ്? ഇല്ലാത്ത ആരോപണം നടത്തുന്നതുണ്ടോ? ഇവരെ പിടിക്കപ്പെട്ടത് എന്തിനാണ്? പൊതുവായിട്ട് നടത്തിയതിനാണ്. എന്നിട്ട് ഇയാൾ പറയാണ് അത് നിങ്ങൾ എന്തിനാ വാതിലടച്ച് ചൊല്ലിയപ്പോ പിടിച്ചുകൊണ്ടുപോയി എന്ന്. എന്തിനാ മൻസൂറെ കബളിപ്പിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കി ഫിത്തനയുണ്ടാക്കി ഈമാൻ കൊള്ളയടിക്കുക. ഇതല്ലാതെ മൻസൂറിന് യാതൊരു ലക്ഷ്യവും ഇതിനില്ല. ഈ നാടുകടത്തലിന് അവിടെ നന്നായിട്ട് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പോയതല്ലേ. എന്തിനാണ് ഈ നിരോധിക്കപ്പെട്ട സാധനം? അത് സൗദി അറേബ്യ അല്ല നിരോധിച്ചിരിക്കുന്നത്. ഈ ദീനുൽ ഇസ്ലാമിൽ അതില്ല. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബത്തിനല്ല, തോബീങ്ങൾക്കല്ല, തോബീങ്ങൾക്കറിയില്ല, തോബീങ്ങൾക്കില്ല, തോബീങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൻസൂറെ എന്തിനാണ് വെറുതെ ഈ കളവ് പ്രചരിപ്പിക്കുന്നത്? പണിയെടുത്ത് ജീവിച്ചൂടെ? ഈ യൂട്യൂബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇല്ലാത്ത കളവും ആരോപണങ്ങളും കബളിപ്പിക്കലും നടത്തുന്നത് എന്തിനാണ് മൻസൂറെ? മാന്യമായിട്ട് ജീവിച്ചുകൂടെ? മാന്യമായ കണ്ടന്റുകൾ വെച്ചുകൊണ്ട് സംസാരിച്ചുകൂടെ? അതിലൂടെ വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അത് അടുപ്പത്ത് വെച്ച് വേവിച്ച് തിന്നാ പോരെ. എന്തിനാണ് ഈ
വേവാത്ത മാംസങ്ങൾ വലിച്ചു കയറി തിന്നുന്നത്. അയിമത്തിന്റെ ഉലമാക്കൾക്ക് ആർക്കും തന്നെ അറിയില്ല. നിങ്ങള് ഷാഫി മദ്ഹബേരാണെന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിന് അറിയില്ല, റാഫി ഇമാമിന് അറിയില്ല, നവി ഇമാമിന് അറിയില്ല. ഇവർക്ക് ആർക്കും അറിയാത്തൊരു സാധനമാണ് നിങ്ങൾ കെട്ടി താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചൊല്ലുന്നത് എന്ന്. അവർക്കാർക്കും അറിയില്ല എന്നല്ല, നിനക്ക് അവരെ ഒന്നും അറിയില്ല, അങ്ങനെ പറഞ്ഞാൽ പോലെ മനസ്സിലായതാണ്. ഈ അബ്ദുൽ ഹക്കീം അസരി ഒക്കെ പറഞ്ഞിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ചെല്ലുണ്ട് എന്നും പറഞ്ഞിട്ട് ചെല്ലാൻ നടന്നാല് ഇസ്ലാമിക ശരീഅത്തുള്ള ഭരണകൂടത്തിന് കീഴിൽ നിങ്ങൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ വിവരം അറിയും എന്നുള്ളതാണ്. ഇനി അതിന്റെ ചെറിയൊരു ഹക്കീം അസരി പറയുന്നത് അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. അവര് ലോകത്തെല്ലായിടത്തും സഞ്ചരിക്കുന്നുണ്ട്, അവിടേക്ക് അവർ കാണുന്നുണ്ട്, അവരൊക്കെ പ്രൗഢമാക്കുന്ന മജ്‌ലിസുകളിൽ സംബന്ധിക്കാറുണ്ട്. ആ അനുഭവത്തെയാണ് പറയുന്നത്. മൻസൂർ ഏതോ കാലത്ത് ഖത്തറിലോ അതല്ലെങ്കിൽ മറ്റേതോ രാജ്യത്ത് പോയിട്ട് ആദ്യമായിട്ട് പഞ്ചായത്ത് വിട്ട അനുഭവത്തിൽ മൻസൂർ വിളമ്പുന്ന ഈ കളവുകളല്ലേ അവരൊക്കെ പറയുന്നത് അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. മൻസൂർ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതിനാണ് അസൂയ എന്ന് പറയുന്നത്. അതിന്റെ ചെറിയൊരു ഭാഗം കൂടി നമുക്ക് കേൾക്കാം. പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കാൻ പ്രവാസികളായ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാമൂഹ്യ രംഗത്തുള്ളവർ ഉണർത്തുന്നു. ഇതുപോലുള്ള പ്രോഗ്രാമിന്, അതായത് മതപരവും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരിപാടിക്കും സൗദി അറേബ്യയിൽ ഒരു അംഗീകാരവും അതോറിറ്റി നൽകിയിട്ടുമില്ല. അതൊക്കെ മൗനസമ്മതമായി പല സംഗതികളും നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കലാ സാംസ്കാരിക പരിപാടികൾക്ക് ഇവിടെ അനുവാദമുണ്ട്. അതിന് തന്നെ കൃത്യമായ അതാത് അതോറിറ്റികളിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് വേണം നമ്മൾ ഈ പ്രോഗ്രാം നടത്തുവാനും ആൾക്കൂട്ടങ്ങൾ സംഘടിപ്പിക്കാനും പാടുള്ളൂ എന്നുള്ള വലിയൊരു സന്ദേശമാണ് നമ്മൾക്ക് ഈ അറസ്റ്റും അതുപോലെ തന്നെ നാടുകടത്തലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മന്ത്രാലയ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അവഗണിച്ചും ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നാടുകടത്തൽ സംഭവമെന്ന് സാമൂഹ്യ രംഗത്തുള്ളവർ അഭിപ്രായപ്പെട്ടു. മീഡിയ 1 ദമ്മാം. ഇത് ഔദ്യോഗികമായിട്ടാണ് സംസാരിക്കുന്നത്. അവരവിടുത്തെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അഥവാ ഒരു പരിപാടിയും, അത് മതകാര്യമാകട്ടെ മതത്തിലെ ഏത് പരിപാടിയാകട്ടെ, ഏത് പരിപാടിയാണെങ്കിലും അവിടുത്തെ പൊതുപരിപാടിക്ക് അനുമതി വേണം എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞത്. അനുമതി ഇല്ലെങ്കിൽ അത് പിടിക്കപ്പെടും എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി മൻസൂറിന്റെ തള്ള് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോ ഇവിടെ അദ്ദേഹം പറയുന്ന ആ ഒരു വിഷയം മതപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും അവിടെ അനുമതി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. മതപരമായിട്ടുള്ള ആഘോഷങ്ങൾക്കൊക്കെ അവിടെ അനുമതിയുണ്ട്. അത് ആൾക്കൂട്ടം കൂടിയിട്ട് ഇൻക്ലാബ് വിളിക്കുവാനോ അല്ലെങ്കിൽ ഇർത്തകബ്ദ് ചെല്ലാനോ ഒന്നും അവിടെ അനുവാദമല്ല. അവരെക്കാട്ടിലും വലിയ അറിവാണ് മൻസൂറിന്. എംബസിയിലായിരുന്നു മൻസൂറിന്റെ പണ്ടത്തെ ജോലി എന്നാണ് തോന്നുന്നത്. അവിടുത്തെ ഭരണകൂടത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നത് മൻസൂറിന് മാത്രമാണെന്നാണ് മൻസൂർ അവകാശപ്പെടുന്നത്. കാരണം മതപരമായിട്ടുള്ള എല്ലാ കാര്യത്തിനും അവിടെ അനുമതി ഉണ്ടത്രേ. പച്ച കളവ് പറയുന്നതിനാണ് മൻസൂറെ, മതപരമായിട്ടൊന്നല്ല ഏത് പരിപാടിക്കാണെങ്കിലും അവിടെ അനുമതി വേണം എന്നുള്ളതല്ലേ അദ്ദേഹം അവിടെ പറയുന്നത്. അതും ഔദ്യോഗികമായിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ മൻസൂർ ഇവിടെ ഇരുന്നിട്ട് മണ്ണാർക്കാട്ട് വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് സൗദിയിൽ ഇങ്ങനെയാണ് നിയമമെന്ന് മൻസൂർ ഇവിടെ പറഞ്ഞതുകൊണ്ട് അവിടെ നിയമം മാറൂലല്ലോ. അവിടുത്തെ നിയമമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മൻസൂറെ, ഈ ജാതിയിലുള്ള ഈ കബളിപ്പിക്കലൊക്കെ നിർത്തിയിട്ട് മാന്യമായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്. ഇങ്ങനെ അവിടെ നടക്കുന്നില്ല ഇവിടെ നടക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ ആ റൂമിന്റെ ഉള്ളിൽ കുത്തിയിരുന്ന് പറഞ്ഞതുകൊണ്ട് ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ പോയിട്ട് അവിടെ പഠിച്ച ആളുകൾ പറയട്ടെ, അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മൻസൂറെ, ഈ രീതിയിലുള്ള അതൊന്നും ഇനി പോവില്ല. കാരണം ജനങ്ങളെല്ലാം ഉത്ബുദ്ധരായി കഴിഞ്ഞു. എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നറിയാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇവിടെ ലോകത്തുണ്ട്. അതെല്ലാം ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ജനങ്ങളെല്ലാം ഉത്ബുദ്ധരാണ്. അതുകൊണ്ട് മൻസൂറെ, ഈ തെറ്റിദ്ധരിപ്പിക്കലും കളവുകളൊക്കെ കുറച്ചു കാലം മുമ്പ് അതൊക്കെ വരെ പോയിരുന്നു. ഇപ്പോൾ ആ നമ്പർ ഒന്നും ഏൽക്കുന്നില്ല എന്ന കാര്യം മൻസൂർ പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹത്തിനും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.